ഹലോ എവ്രി വൺ. ഇന്ന് റവ വെച്ചിട്ട് 2 ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. അതിനിപ്പോൾ ഒരു 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 നമ്മുടെ പഴം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് കപ്പ് മൈദാ മാവ്, പിന്നെ ഒരു 4 ഏലക്ക. ഇതപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പുളിപ്പഴം, പാളയംകുടൻ പഴം, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ജാഗറി ഓൾറെഡി മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിൽ ഒഴിച്ച് ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും ഞാൻ കുറച്ച് കറുത്ത എള്ളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടെ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 5 to 6 hours ഇരിക്കുന്നത് നല്ലതാണ്. ഞാൻ പക്ഷേ ഒരു 3 hours വെച്ചിട്ടുള്ളൂ. എനിക്കിന്ന് വൈകുന്നേരം ഒരു ലേഡീസ് ഗെറ്റ് ടുഗെദറാണ്, അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് അടച്ചതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി 12 കഴിഞ്ഞിട്ടുണ്ട്. ഇത് രാവിലെ ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. കണ്ടില്ലേ, മാവ് നല്ല പോലെ അങ്ങോട്ട് മിക്സായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട പ്രോസസ്സ് അറിയാമല്ലോ. അപ്പോൾ കുഴിയിൽ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അത് തന്നെ ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ഈ റവ കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പം വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും പാകത്തിനുള്ള മധുരവും. അപ്പോൾ റവ കൊണ്ട് ഫസ്റ്റ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനിപ്പോൾ ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പാകത്തിന് ഉപ്പ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്യണം. ഞാൻ 1.5 ഗ്ലാസ് റവയാണ് എടുക്കുന്നത്. 1/2 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1.5 ഗ്ലാസ് റവ, 3 ഗ്ലാസ് വെള്ളം. വെള്ളം തിളച്ച ശേഷം റവ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത പരുവം എത്തുന്നവരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പിന്നെ പൊട്ടേറ്റോ, ഒരു 4 മീഡിയം സൈസ് പൊട്ടേറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ ബൈൻഡിങ് ഏജൻറ്റിന് കോൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചേർത്ത ശേഷം പാകത്തിന് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം റവ വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, പിന്നെയും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത ശേഷം ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല പോലെ അങ്ങോട്ട് ഉരുട്ടി കിട്ടുകയും ചെയ്യും. കയ്യിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് ഗ്രീസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് കയ്യിൽ വെച്ച് തന്നെ പരത്തി കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ വേണമെങ്കിൽ റെക്റ്റാങ്കിൾ. എന്നതിന് ശേഷം ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു ഡിസൈനാണ് അതിലേക്ക്. അപ്പോൾ ആ ഫോർക്ക് വെച്ച് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി റവയും നമ്മുടെ പൊട്ടേറ്റോയും ഒക്കെ കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ പിന്നെ അത് വേഗം ആയി കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്നാക്ക് വിത്ത് റവ റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ എൻ്റെ 2 സ്നാക്ക് വിത്ത് റവ റെഡി ആയിട്ടുണ്ട്.